ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. മുണ്ടായ സ്വദേശി നിജിലിനു വേണ്ടി ഡിവൈഎഫ്ഐ സമാഹരിച്ച സഹായ ഫണ്ട് ഷൊർണൂരിൽ വെച്ച് കൈമാറി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഫണ്ട് കൈമാറി. 50 ലക്ഷം രൂപയാണ് കൈമാറിയത്. ഷൊർണൂർ മുണ്ടായ സ്വദേശി അർബുദ ബാധിതനായ നിജിലിന്റെ ചികിത്സയ്ക്കായി ഡിവൈഎഫ്ഐ സമാഹരിച്ച തുക കുടുംബത്തിന് കൈമാറി. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിജിലിന്റെ സഹോദരൻ നിജുലിന് ഫണ്ട് കൈമാറി. 50 ലക്ഷം രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ച് കൈമാറിയത്. 2 വർഷം മുമ്പാണ് 19കാരനായ നിജിലിനെ അർബുദം ബാധിച്ചത്. നാടൻ പാട്ടുകലാകാരനായ നിജിൽ ഷൊർണൂർ ഗണേശ്ഗിരി മുണ്ടായ പെരുമനത്ത് പറമ്പിൽ ഹരിനാരായണന്റെ മകനാണ്. +1 പഠന സമയത്ത് പനിയുടെ രൂപത്തിലായിരുന്നു തുടക്കം. പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിയിൽ നിന്ന് രോഗം സ്ഥിരീകരിച്ചു. നിജിലിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ യുവാക്കൾ കൈകോർക്കുകയായിരുന്നു. വിവിധ രീതികളിൽ പണം സ്വരൂപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലയിൽ നിന്നാകെ ബക്കറ്റ് കളക്ഷനിലൂടെ സമാഹരിച്ച 50 ലക്ഷം രൂപ ഇന്ന് നിജിലിൻ്റെ സഹോദരൻ നിജുലിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കൈമാറിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നിജിലിന് ഈ അത്യപൂർവമായ രോഗം പിടിപെട്ടതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഒറ്റപ്പാലത്തെ പൊതുപ്രസ്ഥാനത്തിൻ്റെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ജില്ലയിലാകെയുള്ള ഡിവൈഎഫ്ഐയുടെ യൂണിറ്റുകളിൽ ബക്കറ്റ് കളക്ഷൻ നടത്തി ഇതിനു വേണ്ടിയുള്ള തുക സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. വളരെ ആശങ്കയോടുകൂടി ഏറ്റെടുത്തൊരു പ്രവർത്തനമായിരുന്നുവെങ്കിലും വളരെ ചുരുങ്ങിയ സമയത്തിനകം 50 ലക്ഷം രൂപ ഈ ചികിത്സാ ഫണ്ടിലേക്ക് സമാഹരിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ കഴിഞ്ഞു. ഈ പ്രവർത്തനവുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് വന്നപ്പോൾ വളരെ നല്ല പ്രതികരണമാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളിൽ നിന്നും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ലഭിച്ചത്. ഫണ്ട് കൈമാറൽ പരിപാടിയിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ, ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ, CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണകുമാർ, നഗരസഭാ ചെയർമാൻ NK ജയപ്രകാശ്, K രാകേഷ്, മിനി, രണ്ടീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.